സോഷ്യൽ മീഡിയകളിൽ ഇന്നും ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന തഗ് ഡയലോഗുകളുടെ രാജാവ്. ഡയലോഗ് ഡെലിവറിയിൽ ഇന്നും ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത പ്രതിഭ. വെറുമൊരു കൊമേഡിയൻ എന്നതിലുപരി മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തെ സ്വന്തം ശബ്ദം കൊണ്ട് അടയാളപ്പെടുത്തിയ സുൽത്താൻ. അതെ, നമ്മുടെ സ്വന്തം മാമുക്കോയ. കല്ലായിലെ മരമില്ലുകളിൽ നിന്ന് സിനിമയുടെ വെള്ളിവെളിച്ചത്തിലേക്കുള്ള ആ വിസ്മയയാത്ര നമുക്കൊന്ന് കാണാം. 1946 കോഴിക്കോട് പള്ളിക്കണ്ടിയിലാണ് മാമുക്കോയ ജനിച്ചത്. ദാരിദ്ര്യം നിറഞ്ഞ കുട്ടിക്കാലം. പഠനത്തിന് ശേഷം അദ്ദേഹം എത്തിയത് കോഴിക്കോട്ടെ പ്രസിദ്ധമായ കല്ലായി മരമില്ലിലാണ്. അവിടെ തടി അളക്കുന്ന ജോലിയിലായിരുന്നു മാമുക്കോയ. പക്ഷേ ഉള്ളിലെ അഭിനയമോഹം അദ്ദേഹത്തെ രാത്രികളിൽ നാടകവേദികളിൽ എത്തിച്ചു. പകൽ മരമില്ലിലെ കഠിനാധ്വാനം, രാത്രിയിൽ നാടകത്തിലെ വേഷപ്പകർച്ചകൾ. KT മുഹമ്മദിനെ പോലെയുള്ള പ്രതിഭകളുടെ നാടകങ്ങൾ അദ്ദേഹത്തിലെ നടനെ പാകപ്പെടുത്തി. 1979 അന്യരുടെ ഭൂമി എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. മാമുക്കോയുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായത് മഹാനായ വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ടുള്ള സൗഹൃദമായിരുന്നു. അദ്ദേഹത്തിന്റെ ശുപാർശയിലാണ് സുറുമയിട്ട കണ്ണുകൾ എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കുന്നത്. മൺമറഞ്ഞു പോയ അതുല്യ കലാകാരൻ ശ്രീനിവാസനായിരുന്നു മാമുക്കോയെ സംവിധായകൻ സത്യൻ അന്തിക്കാടിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നീ ചിത്രങ്ങളിൽ മികച്ച അഭിനയം അദ്ദേഹം കാഴ്ചവെച്ചു. പിന്നീട് ശ്രീനിവാസന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന ചിത്രത്തിലും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അതിനുശേഷം സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ ടീമിനൊപ്പം ചേർന്നതോടെ മാമുക്കോയ എന്ന നടൻ മലയാള സിനിമയുടെ ഒഴിവാക്കാനാവാത്ത ഭാഗമായി മാറി. സത്യൻ അന്തിക്കാടിന്റെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും മാമുക്കോയ സ്ഥിര സാന്നിധ്യമായിരുന്നു. മാമുക്കോയ അഭിനയിച്ച പ്രധാന ചിത്രങ്ങൾ മാത്രം നോക്കിയാൽ നാടോടിക്കാറ്റിലെ ദാസനെയും വിജയനെയും ദുബായിലെത്തിക്കാൻ വേണ്ടി കാലിഫോർണിയയിലേക്ക് പോകുന്ന ഒരു തന്റെ സ്വാധീനം വെച്ച് ഇവർക്കിറങ്ങാൻ വേണ്ടി മാത്രം ദുബായ് തുറമുഖം വഴി തിരിച്ചുപിടിക്കുന്ന ഗഫൂർക്ക, ഓഗസ്റ്റ് 1 രാഷ്ട്രീയക്കാരൻ എരഞ്ഞോളി അബൂബക്കർ, ശ്രീനിവാസന്റെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായ പൊന്മുട്ടയുടെന്ന താറാവിലെ ചായക്കടക്കാരൻ, വടക്ക് നോക്കി യന്ത്രത്തിലെ ഒച്ച ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ, മഴവിൽ കാവടിയിലെ കുഞ്ഞിക്കാദർ എന്ന പോക്കറ്റടിക്കാരൻ. സ്വന്തം നാട്ടിൽ അയാൾ പഴയനിയിലുള്ള ഒരു തുകൽ ഫാക്ടറിയിലെ സൂപ്പർവൈസറാണ്. ഈ തുകൽ കൊണ്ടുണ്ടാക്കുന്ന പേഴ്സാണല്ലോ അങ്ങനെ മോഷ്ടിക്കുന്നത്. റാംജി റാവു സ്പീക്കിങ്ങിലെ ബാലകൃഷ്ണന്റെ പുറകെ കടം കൊടുത്ത കാശ് തിരിച്ചു മേടിക്കാൻ നെട്ടോടമോടുന്ന ഹംസക്കോയ. അതുപോലെ ഗജകേസരി യോഗത്തിലെ അയ്യപ്പൻ നായരെ ആനയെ വാങ്ങാൻ സഹായിക്കുന്ന ബ്രോക്കറായ ആന ചൂണ്ടി രാഘവൻ നായർ, തലയണ മന്ത്രത്തിലെ ശ്രീനിവാസനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന കുഞ്ഞനന്ദൻ മേസ്ത്രി, ആമിന ടൈലേഴ്സിലെ മൂരി ഹൈദ്രോസിനെ തറ പറ്റിക്കാൻ വരുന്ന കേടിയായ മലപ്പുറം മൊയ്തി, കൺകെട്ടിലെ ഒരു കോളനിയെ മൊത്തം വിറപ്പിക്കുന്ന കുത്തുകേസിന് ജയിൽ ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുന്ന കീലേരി അച്ചു എന്ന റൗഡി. ഇങ്ങനെ ഒട്ടനവധി മികച്ച കഥാപാത്രങ്ങൾ. കൂടുതലും കോമഡി കഥാപാത്രങ്ങളായിരുന്നുവെങ്കിലും പെരുമഴക്കാലത്തിലെ അബ്ദു എന്ന കഥാപാത്രം തികച്ചും വ്യത്യസ്തമായിരുന്നു. ആവേശത്തിന് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. ഈ ചിത്രത്തിലെ അബ്ദു എന്ന കഥാപാത്രത്തിലൂടെ തനിക്ക് കോമഡി മാത്രമല്ല നല്ല കഥാപാത്രങ്ങൾ ലഭിച്ചാൽ അത് അങ്ങേയറ്റം മികച്ചതാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. അതിന് മറ്റൊരു ഉദാഹരണമായിരുന്നു 2021 മനു വാര്യർ സംവിധാനം നിർവഹിച്ച പൃഥ്വിരാജ് ചിത്രം കുരുതിയിലെ മൂസ ഖാദർ. മലയാളത്തിന് പുറമെ തമിഴിലും കൂടാതെ 97 ഫ്ലെയിംസ് ഇൻ പാരഡൈസ് എന്ന ഫ്രഞ്ച് ജർമ്മൻ ലാംഗ്വേജ് ചിത്രത്തിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ വെറും കോമഡികൾ മാത്രമായിരുന്നില്ല. അതിലൊക്കെ ഒരു തനി നാട്ടിൻപുറത്തുകാരന്റെ നിഷ്കളങ്കതയുമുണ്ടായിരുന്നു. സിനിമയിൽ നമ്മൾ കണ്ട നമ്മെ ചിരിപ്പിക്കുന്ന മാമുക്കോയായിരുന്നില്ല യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം. വായനയെയും സാഹിത്യത്തെയും സ്നേഹിച്ച വ്യക്തമായ രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഏത് വലിയ സദസ്സിലും തനിക്ക് പറയാനുള്ളത് വെട്ടിത്തുറന്നു പറയാൻ അദ്ദേഹം മടി കാണിച്ചിരുന്നില്ല. സിനിമാ ലോകത്തെ വലിയ സൗഹൃദ വലയത്തിനുടമയായിരുന്നു അദ്ദേഹം. 1979 മുതൽ 2023 വരെയുള്ള കാലയളവിൽ ഏകദേശം 450ഓളം ചിത്രങ്ങളിലൂടെ നമ്മെ പൊട്ടിച്ചിരിപ്പിച്ച ആ അതുല്യ കലാകാരൻ 2023 ഏപ്രിൽ 26 നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹം പോയെങ്കിലും ആ കോഴിക്കോടൻ തഗ്ഗുകളും നിഷ്കളങ്കമായ ചിരിയും മലയാളികളുടെ മനസ്സിൽ എന്നും മായാതെ നിലനിൽക്കും. മാമുക്കോയയുടെ ഏത് ഡയലോഗാണ് നിങ്ങൾ ഇന്നും ഓർത്തു വെക്കുന്നതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു താരത്തിൻ്റെ ജീവിതകഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.